ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു മാസം മുമ്പാണ് കേരളത്തിൻ്റെ സ്വന്തം വിമാന കമ്പനിയായ എയർ കേരളയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനാനുമതി ലഭിച്ചത്. പ്രവാസി സംരംഭകരുടെ നേതൃത്വത്തിലുള്ള എയർ കേരള വിമാന കമ്പനിക്ക് അനുമതി ലഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ മറ്റൊരു സന്തോഷ വാർത്തയാണ് മലയാളികളെ തേടിയെത്തുന്നത്. കേരളത്തിന് സ്വന്തമായി മറ്റൊരു വിമാന കമ്പനി കൂടി എത്തുകയാണ്. ആ വിമാന കമ്പനിയുടെ വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത്. അതിനു മുമ്പ് എയർ കേരള എന്നാണ് സർവീസ് ആരംഭിക്കുക എന്ന കാര്യവും നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്ത വർഷം ആദ്യപാദത്തിൽ എയർ കേരള സർവീസ് ആരംഭിക്കുമെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 വിമാനങ്ങളുമായി ആഭ്യന്തര സർവീസാണ് എയർ കേരള തുടക്കത്തിൽ നടത്തുക. 20 വിമാനങ്ങൾ സ്വന്തമാക്കിയ ശേഷം ഗൾഫിലേക്കുൾപ്പെടെ സർവീസ് ആരംഭിക്കും. കേരളത്തിന് സ്വന്തമായി ഒരു വിമാന കമ്പനി വേണമെന്ന പ്രവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് എയർ കേരളയിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. അതിനിടയിലാണ് പ്രവാസികൾക്ക് ഇരട്ടി മധുരം നൽകുന്ന മറ്റൊരു വാർത്ത കൂടി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതെ, എയർ കേരള നമ്മുടെ ആകാശം കീഴടക്കുമ്പോൾ മത്സരിക്കാൻ മറ്റൊരു വിമാന കമ്പനി കൂടി മലയാള മണ്ണിൽ തയ്യാറെടുപ്പ് നടത്തുകയാണ്. കേരളം ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പാണ് പുതിയ വിമാന കമ്പനി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. പ്രധാനമായും ഗൾഫിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ലക്ഷ്യമിട്ടാണ് അൽഹിന്ദ് ഗ്രൂപ്പ് വ്യോമയാന മേഖലയിലേക്ക് കടക്കുന്നത്. നിലവിൽ വിമാന ടിക്കറ്റ്, ടൂർ ഓപ്പറേറ്റിംഗ്, ചാർട്ടേഡ് വിമാനങ്ങൾ, ഹോട്ടൽ റൂം ബുക്കിംഗ്, വിസ സേവനങ്ങൾ തുടങ്ങിയവ നൽകുന്ന ഗ്രൂപ്പാണ് അൽഹിന്ദ്. വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന ശൃംഖലയും ഉപയോക്തൃ അടിത്തറയുമുള്ളത് അൽഹിന്ദിനുണ്ട്. വിമാന കമ്പനി ആരംഭിക്കാനുള്ള കരുത്താകുന്നതും ഇക്കാര്യങ്ങളാണെന്ന് കമ്പനിയുടെ പ്രൊമോട്ടറായ മുഹമ്മദ് ഹാരിസ് പറയുന്നു. ഹജ്ജ് തീർത്ഥാടകരുടെ വലിയൊരു ഉപയോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ട്. 20,000 കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനമാണ് അൽഹിന്ദ്. വരുമാനത്തിൽ ഏതാണ്ട് 600 കോടി രൂപ പ്രതിമാസം വിമാന ടിക്കറ്റ് ബുക്കിംഗ് സേവനം വഴിയാണ് ലഭിക്കുന്നത്. വിമാന കമ്പനിക്ക് സുരക്ഷാ അനുമതി ഉൾപ്പെടെ 95% അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. അന്തിമ അനുമതികൾ മാത്രമാണ് ശേഷിക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് പ്രവർത്തനാനുമതി ലഭിക്കണം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചാൽ പ്രവർത്തനം തുടങ്ങാം. ഗൾഫിന് പുറമെ തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും അൽഹിന്ദ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട്. മികച്ച ടിക്കറ്റ് ബുക്കിംഗ് ശൃംഖല ഉള്ളതിനാൽ ഓരോ സർവീസിലും ശരാശരി 80% സീറ്റുകൾ വിറ്റഴിക്കാനാകുമെന്നും കമ്പനി കരുതുന്നു. ആഭ്യന്തര സർവീസുകൾക്ക് ATR, രാജ്യാന്തര സർവീസുകൾക്ക് എയർബസിൻ്റെ A320 വിമാനങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് അൽഹിന്ദ് ഉദ്ദേശിക്കുന്നത്. രാജ്യാന്തര സർവീസ് ആരംഭിക്കുമ്പോഴേക്കും 20 വിമാനങ്ങൾ സർവീസ് നടത്താനാണ് കമ്പനി ശ്രമിക്കുന്നത്. എന്തായാലും മലയാളികളായ പ്രവാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണിത്. നിലവിൽ വിമാന കമ്പനികൾ പ്രവാസികളെ വലിയ തോതിലാണ് കൊള്ളയടിക്കുന്നത്. അവധിക്കാലമാകുമ്പോഴേക്കും ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവാണ് വിമാന കമ്പനികൾ വരുത്തുന്നത്. എയർ കേരളയും അൽഹിന്ദ് എയറും യാഥാർത്ഥ്യമായാൽ പ്രവാസികൾക്ക് തങ്ങളുടെ കീശ ചോരാതെ തന്നെ യാത്ര ചെയ്യാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.